നമസ്കാരം. വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് പള്ളി സെമിത്തേരിയിലെ പൊതുകല്ലറയിൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ മൃതദേഹം 10 വർഷം മുൻപ് കാണാതായ കോഴിക്കോട് വിലങ്ങാട് സ്വദേശി സിജോസ് കറിയുടേതാണെന്ന് സംശയമുണ്ട്. ഇതോടെ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. കല്ലറ തുറന്ന് വിശദമായ പരിശോധന നടത്താനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ഇതിനായി നാളെ തന്നെ RTOയുടെ അനുമതി തേടുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. അതുവരെ സെമിത്തേരിയിലെ കല്ലറയ്ക്ക് കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് പള്ളി വികാരിയും വ്യക്തമാക്കുകയും ചെയ്തു. സെമിത്തേരിയിലെ പൊതുകല്ലറ തുറന്നപ്പോഴാണ് പെട്ടിയിൽ അടക്കിയ മൃതദേഹത്തിന് തൊട്ടടുത്തായി പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞുകെട്ടിയ നിലയിൽ മൃതദേഹമെന്ന് തോന്നിക്കുന്ന മറ്റൊരു വസ്തു കൂടി കണ്ടെത്തിയത്. ക്രിസ്ത്യൻ മതവിശ്വാസപ്രകാരം ഇത്തരത്തിൽ പായയിൽ പൊതിഞ്ഞ് മൃതദേഹം സംസ്കരിക്കുന്ന രീതിയില്ലാത്തതിനാൽ സംഭവത്തിൽ വലിയ ദുരൂഹതയാണ് ഉടലെടുത്തത്. പ്രദേശവാസിയായ ജിൽസ് ഉണ്ണിമാക്കൽ എന്നയാൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ഈ വിവരം ആദ്യം പുറംലോകമറിയുന്നത്. തുടർന്ന് പള്ളി അധികൃതർ കാരിക്കോട്ടക്കരി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഇത് പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹമാണോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. കല്ലറയിൽ മുൻപുണ്ടായിരുന്ന നമ്പർ ഇടയ്ക്ക് മാറ്റിയതാണ് ആദ്യഘട്ടത്തിൽ ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ കല്ലറയ്ക്കുള്ളിൽ മൂന്നാമതൊരു മൃതദേഹം കൂടി ഉണ്ടാകാമെന്ന പള്ളി വികാരി ഫാദർ ജിൽബർട്ട് കൊന്നേലിന്റെ സംശയം ദുരൂഹത വീണ്ടും വർദ്ധിപ്പിക്കുകയായിരുന്നു. ഈ വാർത്ത പുറത്തു വന്നതിനു പിന്നാലെയാണ് 2014 കോഴിക്കോട് വിലങ്ങാട് വായാട് നിന്നും കാണാതായ ആലപ്പാട്ട് സിജോസ് കറിയയുടെ കുടുംബം മൃതദേഹം തങ്ങളുടെ മകന്റേതാണോ എന്ന സംശയവുമായി രംഗത്ത് വന്നത്. 2014 വീട്ടുകാരുമായി ഉണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് സിജോസ് കറിയ വിലങ്ങാട് നിന്നും ഭാര്യയ്ക്കൊപ്പം ഭാര്യ വീടായ കാരിക്കോട്ടക്കരി വാണിയപ്പാറയിലേക്ക് പോയിരുന്നു. അതിനുശേഷം സിജോ വിലങ്ങോട്ടുള്ള മാതാപിതാക്കളുമായോ മറ്റ് ബന്ധുക്കളുമായോ യാതൊരുവിധ ബന്ധവും പുലർത്തിയിരുന്നില്ല. എന്നാൽ 2020 മാത്രമാണ് സിജോയെ വാണിയപ്പാറയിലെ ഭാര്യ വീട്ടിൽ നിന്നും കാണാതായതെന്ന വിവരം ബന്ധുക്കൾ യാദൃച്ഛികമായി അറിയുന്നത്. അന്ന് കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണത്തിൽ യാതൊരു തുമ്പും ലഭിച്ചിരുന്നില്ല. നിലവിൽ കല്ലറയിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം സിജോയുടേതാണോ എന്ന് തിരിച്ചറിയാൻ DNA പരിശോധന നടത്തണമെന്നാണ് കുടുംബത്തിന്റെ പ്രധാന ആവശ്യം. സംഭവത്തിൽ കടുത്ത ദുരൂഹത ആരോപിച്ച് സിജോയുടെ കുടുംബം സംസ്ഥാന ആഭ്യന്തരമന്ത്രിക്കും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. DNA പരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ അന്തിമ വ്യക്തത വരികയുള്ളൂ. പുതിയ പരാതിയും തെളിവുകളും ഉയർന്നു വന്ന സാഹചര്യത്തിൽ കാരിക്കോട്ടക്കരി പോലീസ് കൂടുതൽ ശാസ്ത്രീയമായ അന്വേഷണങ്ങളിലേക്ക് കടക്കുകയാണ്.